ീട്ട് കൊടുക്കണം, ഉയർന്ന സ്ഥലങ്ങളിൽ വെക്കണം. ഖുർആൻ ഇരിക്കുന്നിടത്ത് അവിടെ മറ്റു ഗ്ലാസുകൾ വേണ്ട, അവിടെ ടോർച്ച് വേണ്ട, തൊട്ടുരുമ്മി മൊബൈല് വേണ്ട, വേറെ ഏതെങ്കിലും മാക്രി സാധനങ്ങൾ വേണ്ട, പുതുമ നിറഞ്ഞ പൂവുകളോ അലങ്കാര വസ്തുക്കളോ വേണ്ട. ഖുർആൻ ഇരിക്കുന്നിടത്ത് ഖുർആൻ ഇരിക്കട്ടെ. ഖുർആൻ ഇരിക്കുന്നതിനോട് ചേർത്തിരിക്കാൻ പറ്റിയ ഒന്ന് അല്ലാഹുവിന്റെ ദുനിയാവിൽ വേറെയില്ല. ഖുർആനിനോടൊപ്പം ചേർത്തിരുത്തി വെക്കാൻ പറ്റിയത് എന്താണ്? ഖുർആനിലുള്ളത്, ദുനിയാവിലുള്ളത്. എന്താ സഹോദരൻ എങ്ങനെ ഉള്ളത്? ആ ഖുർആനിന്റെ മേലെയാണോ നമ്മുടെ മൊബൈൽ വെക്കുന്നത്? ആ ഖുർആനിന്റെ മേലെയാണോ കണ്ണട വെക്കുന്നത്? നീ എത്ര വലിയ ആളാണെങ്കിലും ചെറിയ ആളാണെങ്കിലും നിന്റെ കണ്ണടക്ക് പത്രത്തിന്റെ മേലെ വെക്കാം, ആ കണ്ണടക്ക് ബഹുമാനം ഉണ്ടാകും. പക്ഷേ അല്ലാഹുവിന്റെ ഖുർആനിന്റെ മേലെ കണ്ണട വെക്കരുത്, കണ്ണട കൂട് വെക്കരുത്, മൊബൈല് വെക്കരുത്, നിന്റെ വാച്ചയിച്ച് വെക്കരുത്. അതൊക്കെ തായോട്ട് വെക്കട്ടെ. കയ്യിൽ പിടിച്ചുകൊണ്ട് നമ്മുടെ 2ാം ക്ലാസ്സിലെ കുട്ടി വീട്ടിലേക്ക് വരുമ്പോ, 3ാം ക്ലാസ്സിലെ കുട്ടി വീട്ടിലേക്ക് വരുമ്പോ, മുറ്റത്തിരിക്കുന്ന വരാന്തയിലിരിക്കുന്ന വീട്ടുമുഖത്തിരിക്കുന്ന ഉപ്പാപ്പ 10 ഹജ്ജ് ചെയ്ത ഉപ്പാപ്പയാണെങ്കിലും ബഹുമാനമുള്ളത് ആ കുട്ടിക്കാണ്. ആ കുട്ടിന്റെ കയ്യിൽ ഖുർആനാ. ഒന്ന് എഴുന്നേറ്റ് കൊടുക്കല് സുന്നത്താൻ. ആ കുട്ടി വരുന്നത് പത്രവുമായിട്ടാണെങ്കിൽ ആ ബഹുമാനുണ്ടോ? ആ കുട്ടി വരുന്നത് വേറെ എന്തെങ്കിലും മരുന്നുകളുമായിട്ടാണെങ്കിൽ ആ ബഹുമാനുണ്ടോ? ആ കുട്ടി വരുന്നത് പൂക്കളുമായിട്ടാണെങ്കിൽ ആ ബഹുമാനുണ്ടോ? ഖുർആന് പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരുന്ന ആള് എത്ര ഇൽമു കുറഞ്ഞ ആളാണെങ്കിലും ഖുർആന് കയ്യിലുണ്ടാകുമ്പോ നമ്മളൊന്ന് എഴുന്നേറ്റ് കൊടുക്കല് സുന്നത്തായി വന്നില്ലേ? എന്തൊരു ബഹുമാനമാണ്! ഒന്നുകൂടി പറയട്ടെ, ആ ഖുർആൻ ഇരിക്കുന്ന വീട്ടിലാണോ അപശബ്ദങ്ങൾ മുഴങ്ങുന്നത്? നഊദു ബില്ലാഹ്. ആ ഖുർആൻ ഇരിക്കുന്ന വീട്ടിലാണോ മ്യൂസിക്കുകൾ മുഴങ്ങുന്നത്? നഊദു ബില്ലാഹ്. വമിനൻ നാസി മൻ യശ്തരി ലഹ്വൽ ഹദീസ്.